ഓം ശാന്തി. യജ്ഞമാത ജഗദംബ സരസ്വതി എന്ന പുസ്തകത്തിലെ അനുഭവ രത്നങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മമ്മയോടൊപ്പമുള്ള സാകാരത്തിലെ യജ്ഞവത്സരുടെ അനുഭവം. ദാദി നിർമ്മൽ ശാന്താജി ലൗകിക പുത്രിയാണ് ബാബയുടെ. ബാബ ദാദി ബഗറി പാട്ടിനെ കുറിച്ച് ഉദാഹരണം പറയുമായിരുന്നു. അതായത് മമ്മ ശാന്തമായിരുന്നു, ഗംഭീരമായിരുന്നു, മധുരമായിരുന്നു, ഏകരസമായിരുന്നു. അതിന് ഒരു ഉദാഹരണം പറയാണ്. യജ്ഞത്തിൽ ബഗറി പാർട്ട് വന്നപ്പം ചിലപ്പോഴൊന്നും കഴിക്കാനൊന്നും കിട്ടില്ലായിരുന്നു. അപ്പോ ചില കുട്ടികളുടെ മുഖമൊക്കെ അങ്ങ് വെളറി വെളുത്ത് വല്ലാതെ ഇരിക്കുമായിരുന്നു. അയ്യോ, ഒരു ഉണർവില്ലാതെ, ഉത്സാഹമില്ലാതെ, തേജസ് ഇല്ലാതെയായിരുന്നു. പക്ഷെ മമ്മയ്ക്ക് കഴിക്കാൻ കിട്ടിയാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, മമ്മയുടെ മുഖത്ത് സദാ പുഞ്ചിരി, നിശ്ചിന്തത, ക്ഷമ, പേഷ്യൻസ്. അല്ലെങ്കിൽ ആഹാരത്തിൽ ലേറ്റായി, സാരമില്ല, ചിലത് കൊണ്ടുവരുന്ന വഴിക്ക് വീണുപോയി, താഴെ വീണു, സാരമില്ല, ക്ഷമ. അതുപോലെ ബാബയിൽ അചഞ്ചലവും സുദൃഢവുമായ വിശ്വാസം. ഇത് മമ്മയിൽ ആ തിളക്കത്തിന്റെ രൂപത്തിൽ കണ്ടിരുന്നു. ഇത്രയും വരെ വേണമെങ്കിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. യജ്ഞത്തിൽ ആരെങ്കിലും ശരീരം ഉപേക്ഷിച്ചാലും ശരി, മമ്മയുടെ മുഖത്ത് യാതൊരു മാറ്റവും കാണാൻ സാധിച്ചിട്ടില്ല. ഇത്രയും ഏകരസമായിരുന്നു. മമ്മയുടെ ലൗകിക അമ്മ ദേഹം ത്യാഗം ചെയ്തപ്പോഴ് ആ സമയത്ത് മമ്മ അങ്ങനെയായിരുന്നു. ലൗകിക രീതിയിലുള്ള ഒരു ബന്ധമാണ് എന്ന് പോലും മമ്മയ്ക്ക് തോന്നും. അങ്ങനെ മമ്മയുടെ മുഖത്തുണ്ടായിരുന്നില്ല. ആ ലൗകികത്തിന്റെ ഒരു വലിവോ അത് മമ്മയുടെ മുഖത്ത് അല്ലെങ്കിൽ മമ്മയുടെ ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല. ഏകദം ശാന്ത് സ്ഥിർ ഓർ ഏകരസ്. തീർത്തും ശാന്തം, സ്ഥിരതയോടുകൂടിയിരുന്നു, ഏകരസമായിരുന്നു. കഭി കുച്ച് ഹോ ജായേ തോ മമ്മ ഹമേ തോടാ ഭി ഡാണ്ട് അഥവാ നാരാസ് ഹോവേ ഏസാ കഭി നഹി രഹ. എന്തെങ്കിലും സംഭവിച്ചു, എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് കുട്ടികളാണല്ലോ, എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ അല്ലെങ്കിൽ ശബ്ദത്തിലോ പെരുമാറ്റത്തിലോ ഒക്കെ ഉണ്ടായാലും മമ്മ ലേശം പോലും നമ്മളെ വഴക്ക് പറയുവോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുവോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ദേഷ്യപ്പെട്ടിട്ടില്ല, വഴക്ക് പറഞ്ഞിട്ടില്ല, അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങള് ഈ ജീവിതത്തില് മമ്മയെ ദേഷ്യപ്പെട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. സന്ദരി ബഹൻ ബാബാ കെ സാത്ത് രഹത്തി ഥി ഓർ മേ മമ്മ കെ സാത്ത് രഹത്തി ഥി. സന്ദരി ബഹൻ ബാബയുടെ കൂടെയാണ് താമസിച്ചത്. പക്ഷെ നിർമ്മൽ ശാന്ത ബാബയുടെ ലൗകിക പുത്രി ആയിരുന്നെങ്കിലും താമസിച്ചിരുന്നത് മമ്മയുടെ കൂടെയായിരുന്നു. മേനെ മമ്മാക്കോ തോ ബഹുത് കരീബ് സെ ദേഖാ ഹെ. ദാദി പറയാ, ഞാൻ മമ്മേനെ വളരെ അടുത്ത് കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഇനി മമ്മയുടെ വ്യക്തിത്വത്തെ കുറിച്ച് ദാദി പറയാണ്. മമ്മ എക്ദം റോയൽ ഥി. മമ്മ വളരെ രാജകീയമായിരുന്നു. കബി ജോർ സെ ഹസ്തി നഹി ഥി. ഒരിക്കലും മമ്മ ഇങ്ങനെ ഉറക്ക ചിരിക്കില്ലായിരുന്നു, പുഞ്ചിരിക്കുവാനുണ്ടായിരുന്നു. സിർഫ് മുസ്കുരാത്തി ഥി. എന്ത് തന്നെ ആയിരുന്നാലും പുഞ്ചിരിച്ചിരുന്നു. മമ്മ മേ ഗുസ്സ ഥാ ഹി നഹി. മമ്മയില് ദേഷ്യം ഇല്ലേയില്ല. മമ്മ കഹത്തി ഥി കി കാം ക്രോധ് അഹങ്കാർ ആദി നരക് കെ ദ്വാർ ഹെ. മമ്മ എപ്പോഴും പറയും, കാമം, ക്രോധം, ലോഭം, അഹങ്കാരം ഇത് നരകത്തിലേക്കുള്ള വാതിലാണ്. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾ ഒരിക്കലും ദേഷ്യപ്പെടരുത്. അഗർ കോയി ഗുസ്സ കർത്താ ഥാ തോ ഉസ് സമയം മമ്മ ഹസ്തേ ഹസ്തേ ബോൽത്തി ഥി. ഏതെങ്കിലും യജ്ഞവത്സര ദേഷ്യപ്പെടുകയാണെങ്കിൽ മമ്മ ചിരിച്ചിട്ട് പറയും, ദേഖോ गुस्से को क्या कहते हैं, क्रोध कहते हैं ना. क्रोध को भूत कहा जाता है. क्रोध आया माना अपने अंदर भूत प्रवेश हो गया. അപ്പൊ ദേഷ്യപ്പെടുകയാണെങ്കിലും അമ്മ ചിരിച്ചോണ്ട് പറയും, നോക്കൂ, ദേഷ്യത്തെ എന്താ പറയാ, ക്രോധം എന്നല്ലേ പറയാ. ക്രോധം ഭൂതമാണ്. അപ്പൊ ക്രോധം വന്നു എന്ന് വെച്ച അർത്ഥം നമ്മുടെ ഉള്ളിൽ ആര് പ്രവേശിച്ചു, ഭൂതം പ്രവേശിച്ചു. അതുകൊണ്ട് ഒരിക്കലും ഭൂതമാകരുത്, അർത്ഥം ക്രോധിക്കരുത്. കുച്ച് ഭി ഹോ ജായേ ലേക്കിൻ ക്രോധ് നഹി കർണ. മമ്മ എപ്പോഴും പറയും, എന്തു തന്നെ സംഭവിച്ചാലും ശരി, ക്രോധിക്കരുത്, ദേഷ്യപ്പെടരുത്.
कोई आवाज से बोलता था तो मम्मा उसको प्यार से समझाती थी, देखो तुम आश्रम में रहते हो, ऊंची आवाज से नहीं बोलना चाहिए, बहुत धीमे से बोलना चाहिए, ശാന്തി से बोलना चाहिए. ഇപ്പൊ ആരെങ്കിലും വളരെ ഉറക്കെ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ചിലരുടെ ശബ്ദം അങ്ങനെയുള്ള എന്തെങ്കിലും പറയുമ്പോഴേക്കും അടുത്ത വീടുകളിലൊക്കെ കേൾക്കുന്ന രീതിയിലായിരിക്കും. അങ്ങനെ ഉറക്കെ സംസാരിക്കുകയാണെങ്കിൽ മമ്മ സ്നേഹത്തോടെ മനസ്സിലാക്കി കൊടുക്കും, നോക്കൂ കുട്ടി ആശ്രമത്തിലാണ് താമസിക്കുന്നത്, വളരെ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കരുത്, വളരെ ശാന്തതയോടെ ശബ്ദം കുറച്ച് സംസാരിക്കണം, ശാന്തമായി സംസാരിക്കാൻ പഠിക്കണം. ബഹുത് കം ബോൽനാ ചാഹിയെ, കുറേ ഇങ്ങനെ സംസാരിക്കാതെ പറയുന്നത് വളരെ കുറച്ച് സംസാരിക്കൂ, മധുരമായി സംസാരിക്കണം. യദി കിസി ने कोई बड़ी गलती भी की तो उनको कहती थी इधर आओ ठीक हुआ. ഇനിയിപ്പോ ആരെങ്കിലും വളരെ വലിയ തെറ്റ് ചെയ്താലും ശരി, അടുത്ത തെറ്റ് ചെയ്താലും ശരി, മമ്മ അവരോട് പറയുമായിരുന്നു, ഇവിടെ വരൂ കുട്ടി, ഇവിടെ വരൂ, ചെയ്തത് ശരിയാണോ? ജോ ഗൽത്തി കരേഗ ഭലാ വോ കൈസെ കഹേഗാ കി ठीक हुआ. തെറ്റ് ചെയ്ത ആളെ എങ്ങനെ പറയും ആ ഇത് ശരിയാ മമ്മ ഞാൻ ചെയ്തതെന്ന്? പറയാൻ പറ്റില്ല. അതുപോലെ മമ്മ അത്രയും സ്നേഹത്തോടുകൂടി പറയും, കുട്ടി വരൂ, ചെയ്തത് ശരിയാ. മമ്മ പറയുമായിരുന്നു, സാരമില്ല, ഇനി മുന്നോട്ട് ശ്രദ്ധിക്കണം കേട്ടോ, ദുബാര ऐसी गलती नहीं. രണ്ടാമത് ഇനി ഇങ്ങനെ ഒരു തെറ്റ് ഇനി ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. മമ്മ കഭി യഹ് നഹീ പൂച്ച്തി തീ കി യഹ് ഗൽത്തി ക്യോ ഹുയി. മമ്മ ഒരിക്കലും ഇങ്ങനെ ചോദിച്ചിരുന്നില്ല എന്തുകൊണ്ട് ഈ തെറ്റ് ചെയ്തു, നിനക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ, എത്ര പ്രാവശ്യം പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും മമ്മ ചോദിച്ചിരുന്നില്ല. മമ്മ സ്നേഹത്തോടെ ചോദിക്കും, കുട്ടി ഇത് ശരിയാണോ ചെയ്തത് എന്നേ ചോദിക്കുള്ളൂ, അല്ലാതെ എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചിരുന്നില്ല. ജോ ഹുവാ സോ ഹുവാ ലേക്കിൻ ഉസ്കോ പ്യാർ സെ സുധാർനെ കി യുക്തി ഓർ ശക്തി പ്രദാൻ കർത്തി थी. ശരി, സംഭവിച്ചത് സംഭവിച്ചു, ചെയ്തത് ചെയ്തു, പക്ഷെ സ്നേഹത്തോടുകൂടി അവർക്ക് അത് നല്ലതാകാനുള്ള അല്ലെങ്കിൽ അതിനെ മാറ്റാനുള്ള യുക്തിയും ശക്തിയും കൊടുത്തിരുന്നു. इस प्रकार प्यार से इशारे से उस व्यक्ति के हृदय का परिवर्तन कर देती थी. നമ്മൾ എന്തെങ്കിലും ഒരാൾ ചെയ്തു വരുമ്പോ എന്താ അങ്ങനെ ചെയ്തേന്ന് ചോദിക്കുമ്പോ പേടിച്ചിട്ട് അവര് ചെയ്ത തെറ്റ് ഒന്നും കൂടി ആവർത്തിക്കാനാണ് സാധ്യത. മാത്രമല്ല ദേഹാഭിമാനം കാരണം എന്ത് പറയും, ആ ഉള്ളില് അവരെന്താ അങ്ങനെ പറഞ്ഞ, ഇവരിത്രയൊക്കെ ജ്ഞാനം കേട്ടിട്ട് ഇവരാണോ ദേഷ്യപ്പെടുന്നത് ചോദിക്കുന്നതെന്നുള്ള മറു ചോദ്യങ്ങൾ വരും. അപ്പൊ മമ്മ എത്ര യുക്തിയോട് കൂടിയാ നോക്കൂ, ഞാൻ എത്ര ധാരണ ചെയ്തു. മമ്മ എന്താ ചെയ്തത്, ആ വ്യക്തിക്ക് ആ ആത്മാവിന് ഈ സൂചന അതിൽ കൂടി കിട്ടിയിരുന്നു, എനിക്ക് പരിവർത്തനപ്പെടണം. അവരുടെ ഹൃദയത്തെ പരിവർത്തനപ്പെടുത്തുന്ന രീതിയിൽ അത്രയും സ്നേഹവും ആദരവും വിനയത്തോടും കൂടി അവരെ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. പക്ഷെ അതിലൂടെ അവരുടെ ഉയർച്ച ഉണ്ടാകുമായിരുന്നു. मुझे साक्षात्कार तो नहीं होता था मगर मैं जब भी मम्मा को देखती थी तो मुझे लगता था कि लक्ष्मी ही बनेगी. അപ്പൊ ദാദി പറയും, എനിക്ക് അങ്ങനെ അധികം സാക്ഷാത്കാരങ്ങളൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ എനിക്ക് മമ്മയെ കാണുമ്പോ തോന്നുമായിരുന്നു ലക്ഷ്മി ആകുക തന്നെ ചെയ്യും, ലക്ഷ്മി ആകാനുള്ള ആത്മാവാണ്. അത് സത്യയുഗത്തിലെ മഹാറാണിയാണ്. അത്രയും രാജകീയത, പെരുമാറ്റത്തിലെ രാജകീയത, ഒരു മഹാറാണിയുടേതായ എല്ലാ ക്വാളിറ്റിയും ഗുണങ്ങളും അമ്മയുടെ പ്രാക്ടിക്കൽ ലൈഫിൽ കണ്ടിരുന്നു. ഞാൻ സേവനമൊന്നും അധികം ചെയ്യില്ലായിരുന്നു. ഷഹസാദി ജേസെ രഹത്തി थी. ദാദി നിർമ്മൽ ശാന്ത ദാദിയൊക്കെ ബാബയുടെ ലൗകിക പുത്രി ആയതുകൊണ്ട് അവിടെ എന്താ പറയാ, ഷഹസാദി റാണിയെ പോലെയാണ് ജീവിച്ചിരുന്നത്, രാജകുമാരിയായിട്ടാണ് ലൗകികത്തിലും ജീവിച്ചിരുന്നത്. കാരണം എല്ലാത്തിനും സർവൻസ് ആണ്, ഒന്നും ചെയ്യണ്ട. അപ്പൊ യജ്ഞത്തിൽ വന്നിട്ട് ഞാനങ്ങനെ അധികം സേവനമൊന്നും ചെയ്യില്ലായിരുന്നു, ഞാനങ്ങനെ മഹാറാണിയെ പോലെ ആയിരുന്നു. അത്രയും പാലന പറയണം, അത്രയും ബാബ പാലിച്ചിരുന്നു എന്ന് പറയാ. അമ്മ എന്നോട് പുഞ്ചിരിച്ചുകൊണ്ട് പറയുമായിരുന്നു, ജാവോ ബച്ചി ഉൻകോ ജ്ഞാൻ സംജാവോ. ആരെങ്കിലും വന്നാ പറയും, കുട്ടി ചെന്നിട്ട് അവർക്ക് ജ്ഞാനം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. സേവനം ചെയ്താലല്ലേ ഫലം കിട്ടുള്ളൂ, ചെല്ലു അവർക്ക് പോയിട്ട് ബാബയുടെ ജ്ഞാനം കേൾപ്പിച്ചു കൊടുക്കും. അങ്ങനെ മമ്മ എന്നെ ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ പഠിപ്പിച്ചു, എന്നെ സേവനം ചെയ്യാൻ പഠിപ്പിച്ചു. മമ്മയുടെ വിശേഷത എങ്ങനെയാണ്? മമ്മ ഹി ക്യോ യജ്ഞമാതാ ബനി. അടുത്തത് പലരുടെയും ചോദ്യം, എന്തുകൊണ്ട് മമ്മ തന്നെ യജ്ഞമാതാവായി?
ദാദി അനുഭവം പറയുകയാണ്, മമ്മ ബഹുത്ത് ഗുണവാൻ ഥി. മമ്മ വളരെ ഗുണസമ്പന്നമായിരുന്നു, ഗുപ്ത തപസ്വിനി ആയിരുന്നു. ഞാൻ യോഗം ചെയ്യുന്നുണ്ട്, ഞാൻ നേരത്തെ യോഗം ചെയ്യായിരുന്നല്ലോ, നിങ്ങൾ കണ്ടില്ലേ ഞാൻ യോഗം ചെയ്യുന്നത്, ഞാൻ 2 മണിക്കൂർ ചെയ്തു, നിങ്ങൾ ഒരിക്കലും കണക്ക് പറയില്ല. മമ്മ ഗുപ്ത തപസ്വിനിയായിരുന്നു, കാണുമ്പോ സാധാരണമായിരുന്നു, പക്ഷെ ഗുണങ്ങളുടെ ഖനിയായിരുന്നു മമ്മയിൽ ഉണ്ടായിരുന്നു. മമ്മ തന്നെ ഒരു ഗുണങ്ങളുടെ ഖനിയായിരുന്നു. എന്റെ ജീവിതത്തില് മമ്മയെ മൂഡ് ഓഫ് ആയിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല, മൂഡ് ഓഫ് ആയിട്ട് കണ്ടിട്ടേ ഇല്ല. ബാബയുടെ ഓരോ വചനങ്ങളെ ശീഘ്രം പെട്ടെന്ന് തന്നെ പാലിക്കുമായിരുന്നു, അത് പറഞ്ഞോ സമ്പൂർണ്ണ രൂപത്തിൽ അനുസരിക്കുമായിരുന്നു, ധാരണ ചെയ്തിരുന്നു. മമ്മാമേ പാലനാക്കി ബഹുത് അത്ഭുത ശക്തി ഥി. പാലിക്കുന്ന കാര്യത്തില് മമ്മയിൽ അത്ഭുത ശക്തി ഉണ്ടായിരുന്നു. ഞാൻ മമ്മയെ അമ്മ, മാ, മമ്മ എന്നാണ് പറഞ്ഞിരുന്നത്. ലൗകികത്തിൽ അമ്മേനെ യശോദാമയ്യ എന്നാണ് വിളിച്ചിരുന്നത്. യശോദാമ്മ, യശോദ എന്നാണ് നിർമ്മൽ ശാന്താനദിയുടെ ലൗകിക അമ്മയുടെ പേര്. അതേസമയം മമ്മേനെ അമ്മ എന്നാ വിളിച്ചിരുന്നത്, മമ്മ എന്നാണ് വിളിച്ചിരുന്നത്. മേത്തോ ഇത്തിനി പാലനാക്കി ശക്തി ഓർ പ്യാർ കി ശക്തി ഥി മമ്മാമേം. അങ്ങനെ വിളിക്കണമെങ്കിൽ അത്രയും മമ്മയില് പാലനയുടെ ശക്തി ഉണ്ടായിരുന്നു. അമ്മയുടെ പാലന അനുഭവിച്ചു, അതല്ലേ, പാലനയുടെ ശക്തി, സ്നേഹത്തിന്റെ ശക്തി മമ്മയിൽ ഉണ്ടായിരുന്നു. ഞാൻ കുട്ടിക്കാലം മുതലേ തന്നെ വളരെ ഓമനത്വത്തോടു കൂടി വളർന്നു വന്നതാണ്. എന്നെ അത്രയും കൊഞ്ചിച്ച്, നമ്മൾ പറയില്ലേ മലയാളത്തില്, കൊഞ്ചിച്ചൊക്കെയാ വളർത്തിയത്. ലൗകികത്തില് മുझे अपने വ്യക്തിഗത കാം ഹി കർണേ നഹീ ആത്തെ. എനിക്ക് സ്വന്തം എന്റെ കാര്യങ്ങൾ ചെയ്യാൻ പോലും അറിയില്ലായിരുന്നു. എന്നുവെച്ചുകഴിഞ്ഞാൽ ലൗകികത്തില് മുടി ചീകി കൊടുക്കാനും കുളിപ്പിച്ചു കൊടുക്കാനും മറ്റു ഡ്രസ്സൊക്കെ കഴുകി കൊടുക്കുക, പിന്നെ അലങ്കരിക്കണമെങ്കിൽ അലങ്കരിക്കുക, വേഷു ഇടിച്ചു കൊടുക്കാനൊക്കെ ആളുകളായിരുന്നു. അപ്പൊ വ്യക്തിഗതമായ കാര്യം പോലും ദാദി പറയുക എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു. അപ്പനെ ബാൽ ബി ബനാനെ നഹീ ആത്തെ ഥേ. ദാദി ഉദാഹരണം പറയും, എനിക്ക് തലമുടി ഇങ്ങനെ കെട്ടാനും പോലും അറിയില്ലായിരുന്നു, പിന്നീട് മുടി കെട്ടി വെക്കാനൊന്നും അറിയില്ലായിരുന്നു. മേത്തോ ഷഹസാദി ജേസി ഥി. ഞാൻ രാജകുമാരിയെ പോലെ ആയിരുന്നു. ഹർ കാം കെ ലിയെ ഘർ മേ നൗക്കർ രഹത്തെ ഥേ. വീട്ടിലായിരുന്നപ്പോ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സെർവൻസ് ഉണ്ടായിരുന്നു. ലേക്കിൻ മമ്മാനെ മുझे ഹർ കാര്യ കർണ സിഖായ. നോക്കണം, ലൗകികത്തിൽ എത്ര രാജകീയതയോടുകൂടി രാജകുമാരിയെ പോലെ ആർഭാടമായിട്ട് ജീവിച്ചിരുന്ന കുട്ടിയാണ്. യജ്ഞത്തിൽ വന്നു, ബഗറി പാർട്ട്, അതുപോലെ മമ്മ എന്തെല്ലാം ചെയ്യാൻ പഠിപ്പിച്ചു എന്ന് ദാദി പറയാണ്. എന്റെ ഓരോ കാര്യങ്ങളും ചെയ്യാനും മമ്മ പഠിപ്പിച്ചു. പിന്നെ അത് മാത്രമല്ല, ഗാഡി ചലാന, ഗ്യാൻ സംജാന, ബർത്തൻ മാഞ്ചന, എന്തൊക്കെ പഠിപ്പിച്ചു എന്ന് പറയാം. പാത്രം കഴുകാൻ പഠിപ്പിച്ചു, വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു, ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കാൻ പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചു. ഇസ്കാ ആധാർ മമ്മാക്കി സ്നേഹശക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പഠിക്കാനുള്ള പ്രേരണയും ചെയ്യാൻ സാധിക്കും, അതിനുള്ള ശക്തിയും വരദാനവും എല്ലാം മമ്മയുടെ പാലനയിൽ കൂടിയാണ് കിട്ടിയത്. അതാ പറഞ്ഞ മമ്മയുടെ ഇതിന്റെ എല്ലാം, ഇപ്പൊ വണ്ടി ഓടിക്കാനൊക്കെ പഠിച്ചതിന്റെ ആധാരം എന്ന് പറഞ്ഞാൽ മമ്മയുടെ സ്നേഹത്തിന്റെ ശക്തിയാണ്, പാലനയുടെ ശക്തി കാരണമാണ്. इन्हीं श्रेष्ठ संस्कारों ने, मीठे स्वभाव ने एवं दैवी गुणों ने मम्मा को यज्ञ माता बनाया. ഈ ശ്രേഷ്ഠ സംസ്കാരങ്ങൾ, ഈ മധുരമായ സ്വഭാവമാണ്, ദിവ്യ ഗുണങ്ങളാണ് മമ്മയെ യജ്ഞമാതാവാക്കിയത്. ഇനി നമ്മളെ എങ്ങനെ മമ്മ ബാബയുടെ ഹൃദയ സിംഹാസനസ്ഥനാകും? ആദ്യത്തെ കാര്യം, കോയി ഭീ ഗൽത്തി ന കരോ. ദാദി പറയാണ്, മമ്മ ബാബയുടെ സിംഹാസനത്തിൽ അമ്മയുടെ അച്ഛന്റെയും എന്താ പറയാ വിശ്വാസ പാത്രം, സ്നേഹം അനുഭവിക്കണം, പാലന അനുഭവിക്കണമെങ്കിൽ ഒന്ന് ചെയ്യേണ്ടത്, ഒരു തെറ്റും ചെയ്യരുത്. കാമം, ക്രോധം, ലോഭം, മോഹത്തിന്റെ, അഹങ്കാരത്തിന്റെ അംശം മാത്രം പോലും പാടില്ല. ദേഹാഭിമാനം ലേശം പോലും പാടില്ല. നിരന്തരം അശരീരി സ്ഥിതിയിലിരിക്കൂ. ഹൃദയം കൊണ്ട് ബാബേനെ ഓർമ്മിക്കൂ. സത്യമായ ഹൃദയത്തോടുകൂടി ബാബയുടെ സേവനം ചെയ്യൂ. അപ്പോൾ മമ്മയുടെയും ബാബയുടെയും ഹൃദയ സിംഹാസനസ്ഥരാകാം.
ഇനി മമ്മയുടെ ഭാഗത്ത് നിന്ന് ബ്രാഹ്മണ പരിവാരത്തിനുള്ള സന്ദേശം. ദാദി പറയാണ്, മമ്മയുടെ ഭാഗത്ത് നിന്ന് ബ്രാഹ്മണ പരിവാരത്തിനുള്ള എന്റെ സന്ദേശം ഇതാണ്. മമ്മ എപ്പോഴും പറയുമായിരുന്നു, ക്രോധം ഭൂതമാണ്. ബാബയുടെ മക്കള് എന്ത് തന്നെ വന്നാലും ശരി ക്രോധിക്കരുത്. ബാബയുടെ മക്കൾ എന്ത് തന്നെ വന്നാലും ശരി ക്രോധിക്കരുത്. അഥവാ എന്തെങ്കിലും നഷ്ടമുണ്ടായിക്കോട്ടെ, എന്ത് തന്നെ സംഭവിച്ചാലും ശരി, എല്ലാവർക്കും സ്നേഹത്തോടു കൂടി വേണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. ഒരിക്കലും എന്ത് ചെയ്യരുത്, ക്രോധിക്കരുത്. അപ്പൊ അതാണ് നിർമ്മൽ ശാന്ത ദാദിക്ക് മമ്മയോടൊപ്പമുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ട്. ഇനി നമുക്ക് ചന്ദ്രമണി ദാദി മമ്മയോടൊപ്പമുള്ള അനുഭവം പറയാണ്. ചന്ദ്രമണി ദാദി ആദിരത്നമാണ്. ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എല്ലാ സേവാ കേന്ദ്രങ്ങളും തുറക്കാൻ നിമിത്തമായി അവിടെ സേവനം ചെയ്തിരുന്നു. മാർച്ച് 12, 1997 ആണ് ചന്ദ്രമണി ദാദി തന്റെ ശരീരം ത്യാഗം ചെയ്തത്. മാർച്ച് 12 ദാദി ചന്ദ്രമണിജി തന്റെ അനുഭവം കേൾപ്പിക്കുകയാണ്. ഞാൻ കുഞ്ചു ഭവനില് മമ്മയുടെ അസിസ്റ്റന്റ് ആയിരുന്നു, സഹയോഗിയായിരുന്നു. അത് കാരണം എനിക്ക് മമ്മയോടൊപ്പം ഇരിക്കാനും മമ്മയോടൊപ്പം അനുഭവിക്കാനും വളരെയധികം പഠിക്കാനുമുള്ള അവസരം കിട്ടി. മമ്മയുടെ ഓരോ ഗുണവും എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നിയിരുന്നു. മമ്മ സത്യമായ യോഗിനിയായിരുന്നു. മമ്മ സത്യമായ യോഗിനിയായിരുന്നു. ഒരിക്കലും വ്യർത്ഥമായ കാര്യങ്ങളിൽ, വ്യർത്ഥമായ സംസാരത്തിൽ സമയം കളഞ്ഞിരുന്നില്ല. അങ്ങനെ മമ്മയെ സമയം കളഞ്ഞ് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. വെറുതെ അതും ഇതും പറഞ്ഞിരിക്കുക, അതും ഇതും ചെയ്യുക, പാസ്റ്റിലെ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ ചർച്ച ചെയ്തിരിക്കുക, അങ്ങനെയൊന്നും മമ്മേനെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഹരേക്ക് കെ ഗുണ ദേഖന അവഗുണ ന ദേഖന ന വർണ്ണൻ കർണ दूसरों को ज्ञान समझाना, शिक्षा देकर किसी का जीवन बनाना, कन्याओं को निडर शक्ति शेरनी बनाकर बाबा को समर्पित कराना, ये सब विशेषताएं मैंने मम्मा से सीखी. ദാദി എന്തെല്ലാം വിശേഷതകൾ മമ്മയിൽ നിന്ന് പഠിച്ചു. അതായത് ഓരോരുത്തരുടെയും ഗുണങ്ങൾ മാത്രം നോക്കുക. ഈ ലോകത്തിൽ ഗുണമില്ലാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടോ? ഇല്ല. അപ്പം മമ്മയിൽ നിന്ന് അതാണ് പഠിച്ചത്. ഏത് വ്യക്തി ആയിക്കോട്ടെ എല്ലാവരുടെയും ഗുണങ്ങൾ നോക്കുക. ആരുടെ അവഗുണം നോക്കാതിരിക്കുക, കുറവുകളെ കുറിച്ച് നോക്കാതിരിക്കുക, വർണ്ണിക്കാതിരിക്കുക. മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ജ്ഞാനമാണ്, വേറൊന്നുമല്ല. ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കുക. ശിക്ഷണം കൊടുത്ത് ആർക്കെങ്കിലും അവരുടെ ജീവിതം ഉണ്ടാക്കാനുള്ള അവസരം കൊടുക്കുക. നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മുടെ എന്താ പറയാ വാക്കുകളിലൂടെ മറ്റുള്ളവർക്ക് ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. പിന്നെ കന്യകമാരെ നിർഭയരും ശക്തി ഷേർണി സിംഹിണിയാക്കി ബാബയ്ക്ക് മുമ്പിൽ സമർപ്പണം ചെയ്യിപ്പിക്കുക. ഈ വിശേഷതകള് ഞാൻ മമ്മയിൽ നിന്നാണ് പഠിച്ചത്. ഇപ്രകാരം ഓരോ സഹോദരി സഹോദരന്റെ, അത് വലിയവരായിക്കോട്ടെ ചെറിയവരായിക്കോട്ടെ, ഗുണങ്ങൾ നോക്കി സ്നേഹിക്കുക. അത് ഞാൻ മമ്മയിൽ നിന്നാണ് പഠിച്ചത്. ഈ മമ്മയുടെ വിശേഷതകളെ കുറിച്ച് ദാദി പറയാണ്. മമ്മ മനസ്സിലാക്കി കൊടുക്കുന്നത് സദൈവ് ബേഹദ് കി ഹോത്തി थी. എപ്പോഴും ആ വിശാലമായ പരിധിയില്ലാത്ത രീതിയിലാണ് മനസ്സിലാക്കി തന്നിരുന്നത്. മമ്മയുടെ ഭാവം സദാ അനാദി ആദി സ്ഥിതിയിലായിരുന്നു. ഇത്രയും ഉയർന്ന ഭാവമായിരുന്നു. ഓരോ കാര്യത്തെയും ഓരോ വ്യക്തിയെയും പരിധിയില്ലാത്ത രൂപത്തിലാണ് മമ്മ നോക്കിയിരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് മമ്മയിൽ ഇത്രയധികം ദിവ്യ ഗുണങ്ങളുടെ ധാരണ ചെയ്യാനുള്ള കാരണം തന്നെ മമ്മയുടെ ദൃഷ്ടി ബേഹദായിരുന്നു. പരിധിയില്ലാത്ത ദൃഷ്ടിയായിരുന്നു. കാരണം പരിധിയില്ലാത്ത ജ്ഞാനമാണ്. അപ്പം അതേ ദൃഷ്ടിയിൽ എല്ലാവരെയും നോക്കിയിരുന്നുള്ളൂ. ശക്തി സ്വരൂപയായിരുന്നു. ഭാവനയും ദൃഷ്ടിയും അതുപോലെ ബേഹദായിരുന്നു. അമ്മയുടെ ആ നോട്ടത്തിലും ബേഹദ് ദൃഷ്ടി എന്ന് വെച്ചാൽ ഒരു ആത്മാവിനെ കാണുമ്പോൾ ഇവരും ബാബയുടെ കുട്ടിയും, ഇവരും ശ്രേഷ്ഠാത്മാവാണ്, ഇവരും സത്യസ്വരൂപമാണ്. ആ ജ്ഞാനം അനുസരിച്ച് ചിന്തിക്കുക. അതാണ് ദൃഷ്ടി ഭാവന എന്ന് പറയുന്നത്. മമ്മ നിർഭയായിരുന്നു. കബി കിസി സെ ഡർത്തി നഹി ഥി. മമ്മ ഒരിക്കലും ആരെയും പേടിച്ചിരുന്നില്ല.
ശക്തി സ്വരൂപയായിരുന്നു, സദാ യോഗനിഷ്ഠയായിരുന്നു. യോഗത്തിൽ അത്രയും സ്ട്രോങ് ആയി. കർമ്മേന്ദ്രിയങ്ങളെല്ലാം മമ്മയുടെ അധീനതയിലായിരുന്നു. ഒരു ഇന്ദ്രിയങ്ങൾക്കും മമ്മ വശപ്പെട്ടിരുന്നില്ല. എല്ലാവർക്കും മാതൃസ്നേഹത്തിന്റെ ഫീലിംഗ് കൊടുത്തിരുന്നു മമ്മ. മറ്റുള്ളവർക്കും അമ്മയുടെ അടുത്ത് വരുമ്പോ അമ്മയുടെ സ്നേഹം ഫീൽ ചെയ്തിരുന്നു. ഏജ് നോക്കുകയാണെങ്കിൽ വളരെ ചെറുതായിരുന്നു. ഫിർബി ഉൻസെ ബഡി ആയു വാലേ ബി ഉൻകോ മമ്മ കേത്തെ. ഏജ് ചെറുതായിരുന്നു, ചെറിയ പ്രായമായിരുന്നു, കന്യകയല്ലേ. പക്ഷെ മമ്മയേക്കാൾ പ്രായം ചെന്നവര് പോലും എന്താ വിളിച്ചിരുന്നത്? മമ്മ മമ്മ എന്നാണ് വിളിച്ചിരുന്നത്. ഇത്തനാ ഹി ക്യോ ഉൻകി ലൗകിക് മാ ബി ഉൻകോ മമ്മ ഹി കേത്തി തി. ലൗകിക അമ്മ പോലും അമ്മയെ എന്താ വിളിച്ചിരുന്നത്? അമ്മ എന്നാണ് വിളിച്ചിരുന്നത്. അത് കാരണം ഞാൻ മനസ്സിലാക്കുകയാണ്, മമ്മ തന്നെയാണ് ഭാവിയില് ശ്രീലക്ഷ്മി ആകുന്നത്. മമ്മ ഓം മണ്ഡലിയില് വന്നപ്പോ തന്നെ ബാബ മമ്മയെ തിരിച്ചറിഞ്ഞു. ഏറ്റവും ശ്രേഷ്ഠാത്മാവാണ്. തിരിച്ചറിഞ്ഞു. തന്റെ ഭാവിയിലെ ലക്ഷ്യത്തിലും ലക്ഷണത്തിലും മമ്മ ലൗലീനായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ മമ്മയോട് ചോദിച്ചു, മമ്മ ആ ക്യാ സോച്ച് രഹി ഹെ? മമ്മ എന്താ ചിന്തിക്കുന്നേ? കഹാ ഹെ? മമ്മ ഇപ്പൊ എവിടെയാ? മമ്മ പറഞ്ഞു, मैं यहाँ नहीं चल रही हूँ, मैं वैकुंठ की धरती पर चल रही हूँ. മമ്മ പറഞ്ഞ ഉത്തരവാണ്, ഞാൻ നടക്കുകയാണ്, ഇവിടെയല്ല നടക്കുന്നത്, ഞാൻ വൈകുണ്ഠത്തിലെ ഭൂമിയിലാണ് നടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മമ്മ നമ്മളെ കേൾപ്പിക്കുമായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ. മുझे മഹാറാണി ശ്രീ ലക്ഷ്മി കെ രൂപ മേ യഹി അനുഭവം. അമ്മ അനുഭവം പറയായിരുന്നു, എനിക്ക് മഹാറാണി ശ്രീ ലക്ഷ്മിയുടെ രൂപത്തിൽ ഇന്ന ഇന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായി. മഹാരാജകുമാരി ശ്രീ രാധയുടെ രൂപത്തിൽ ഞാൻ ഇന്ന ഇന്ന അനുഭവങ്ങൾ ചെയ്തു. അങ്ങനെ തന്റെ ഭാവി, അതുപോലെ ബാബയുടെ മഹാവാക്യങ്ങളിൽ മമ്മയ്ക്ക് 100% നിശ്ചയമായിരുന്നു. എന്നുവെച്ചാൽ മമ്മയോട് ഒരു പ്രാവശ്യം പറഞ്ഞുള്ളൂ, കുട്ടി നീ ലക്ഷ്മിയാകും. മമ്മയുടെ പെരുമാറ്റത്തിലും ചിന്തകളിലും ഭാവത്തിലും ഭാവനയിലും ദൃഷ്ടിയിലും എല്ലാം മാറ്റം വന്നു എന്നുള്ളത്. നമ്മളോട് ബാബ എന്നും പറയും, കുട്ടി നീ മനുഷ്യനെന്ന് ദേവതയാകും. നമ്മളെന്നും കേൾക്കും. പക്ഷെ ദേവതാ സ്വരൂപം മമ്മയില് പ്രാക്ടിക്കലി ഉണ്ടായിരുന്നു. അതാണ് തന്റെ ഭാവി ഞാൻ ലക്ഷ്മിയാകും എന്നുള്ളത് ആ പെരുമാറ്റത്തിൽ ഇപ്പോഴേ തന്നെ വന്നിരുന്നു. അതാണ് ബാബയുടെ മഹാവാക്യത്തിൽ ഉറച്ച നിശ്ചയം. ബാബ പറഞ്ഞു, മമ്മ അംഗീകരിച്ചു, അതുപോലെ ചെയ്തു കാണിച്ചു. മമ്മയുടെ ഓരോ കാര്യവും ശക്തിശാലിയായിരുന്നു. യോഗത്തിലും ജ്ഞാനത്തിലും ധാരണയിലും സേവനത്തിലും 4 കാര്യത്തിലും മമ്മ ശക്തിശാലിയായിരുന്നു. മമ്മാമേ ന കിസി കെ പ്രതി ആകർഷൺ ഹുവാ ന കിസി സെ നഫ്രത് കി. മമ്മയുടെ കണ്ട വേറൊരു വിശേഷത, ആരോടും വെറുപ്പുണ്ടായിരുന്നില്ല, ആരെ പ്രതിയും ആകർഷണം ഉണ്ടായിരുന്നില്ല. അവരോടൊരു ഇഷ്ടക്കൂടുതല്, ഇവരോട് ഇഷ്ടക്കൂടുതല്, അവരിൽ ആകർഷണമില്ല. ആകർഷണമുള്ളവരെ ഓർമ്മ വരും, വെറുപ്പുള്ളവരെ ഓർമ്മ വരും. ഇത് രണ്ടും മമ്മയിൽ ഉണ്ടായിരുന്നില്ല. മമ്മ എല്ലാവരെയും സ്വന്തമാക്കി എല്ലാവരുടേതുമായിട്ട് ജീവിച്ചു. ഇസ് പ്രകാർ മമ്മ ശക്തി ഥി. പ്രകാരം മമ്മ ശക്തിയായിരുന്നു, മാധി അമ്മയായിരുന്നു, ഓർ അസാധാരണ സിദ്ധി സ്വരൂപ ഥി. അസാധാരണമായ സിദ്ധി സ്വരൂപ ആയിരുന്നു. ദാദിയുടെ അനുഭവമാണ് മമ്മയെ പ്രതിയുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ദാദിയുടെ അനുഭവം എന്താണ് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഓം ശാന്തി.
ഓം ശാന്തി. ഞാൻ വളരെ സന്തോഷത്തിലിരിക്കുകയാണ്. എനിക്ക് അല്പസമയം എൻ്റെ ബാബയുടെ അടുത്തിരിക്കാൻ ആഗ്രഹം വരുന്നു. ഏകാന്തതയിലിരുന്ന് ഈശ്വരാനുഭൂതി ചെയ്യാൻ താല്പര്യം വരുന്നു. ജീവിതത്തിലെ അമൂല്യ നിമിഷങ്ങളാണത്. ജന്മജന്മങ്ങളായി ദേഹം, ദേഹസംബന്ധികൾ, ദേഹധാരികൾ, ദേഹത്തിൻ്റെ കാര്യങ്ങൾ, ദൈഹിക സുഖങ്ങൾ, ദൈഹിക ആവശ്യങ്ങൾ, ദൈഹിക വ്യവഹാരങ്ങൾ, ദൈഹിക കടമകൾ, ബന്ധങ്ങൾ, ഇതെല്ലാം ഞാൻ നിറവേറ്റി പോന്നു. ഇതെല്ലാം അനുഭവിച്ചു വന്നു. ഇപ്പോൾ എനിക്ക് ബോധ്യം വന്നിരിക്കുകയാണ്, സൃഷ്ടിയുടെ അവസാന വേളയിലേക്ക് കിടക്കുകയാണ്. ഓരോ മനുഷ്യാത്മാവും വാനപ്രസ്ഥത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു സമയം ആസ്വദിക്കാനുള്ളതാണ് ഈശ്വരനോടൊപ്പം. ആ സർവസുഖവും അനുഭവിച്ച് ആ പരമമായ സുഖം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനും എല്ലാവർക്കും അനുഭവം ചെയ്യിപ്പിക്കുവാനുമുള്ള ഒരു സുന്ദര വേളയാണെന്നുള്ള ബോധ്യം എനിക്ക് വരുന്നു. ആത്മാ പരമാത്മാ അനുഭൂതി ചെയ്യേണ്ട സമയമാണിത്. ഞാൻ വളരെ ഭാരരഹിതമായിട്ടിരിക്കുകയാണ്. ഞാൻ എന്നെ തന്നെ നോക്കുകയാണ്. ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ ശ്രദ്ധിക്കുകയാണ്, ഈ ശരീരം ഇന്നിതെത്ര വലുതായിരിക്കുകയാണ്. കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളെല്ലാം അതാത് കർമ്മങ്ങൾ ചെയ്യുന്നതിനും യോഗ്യമായിരിക്കുന്ന സമയം. ഞാൻ ഓർക്കുകയാണ്, ഇന്ന് ഞാൻ ഈ ശരീരത്തിലിരിക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുൻപുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്, ഇനിയും ഉണ്ടായിരിക്കും. ഈ ജന്മത്തിലെ തന്നെ കുട്ടിക്കാലത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുന്നു. അന്നെൻ്റെ ഈ ശരീരം ചെറുതായിരുന്നു, വളരെ നിഷ്കളങ്കമായിരുന്നു ഞാൻ. ദേഹം, ഈ ദേഹത്തിൻ്റെ ലോകത്തെ കാര്യങ്ങൾ അതെനിക്ക് സ്പഷ്ടമായിരുന്നില്ല. ശരീരം വളരുന്നതനുസരിച്ച് മനസ്സിലും ബുദ്ധിയിലും സ്പഷ്ടത വരുന്നു. അന്നും ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജീവിതയാത്ര, ഈ ജന്മത്തെ യാത്ര ശ്രദ്ധിക്കുകയാണ്. കുട്ടിക്കാലം, ബാല്യാവസ്ഥ,
യുവാവസ്ഥ. ഇന്നീ അവസ്ഥയിലിരിക്കുകയാണ്. വൃദ്ധാവസ്ഥ. ശരീരം പല പല സ്ഥിതികളിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴും അന്നും ഇന്നും ചിന്തിക്കുകയും കർമ്മം ചെയ്യുകയും പല പല സ്വഭാവ സംസ്കാരങ്ങൾ കാണിക്കുകയും ചെയ്തിരുന്ന ഞാൻ ഒരാത്മാവാണെന്നുള്ള പരമസത്യത്തെ ഞാൻ അനുഭവിക്കുകയാണ്. ആത്മാവാണ് ഞാൻ. ദേഹം അതെൻ്റെ ഒരു ഉപകരണമാണ്. ആത്മാവാകുന്ന ഞാൻ ധരിച്ച വസ്ത്രമാണ്. ഞാൻ താമസിക്കുന്ന വീടാണ്. ഈ ശരീരമാകുന്ന വീട്ടിനുള്ളിൽ എൻ്റെ റൂം തലച്ചോറാണ്. എൻ്റെ സ്ഥാനം ഭൃകുടിയാണ്. മസ്തിഷ്കത്തിനുള്ളിൽ മസ്തകത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മാവാണ് ഞാൻ. ഈ ദേഹത്തിലെ ഏറ്റവും പവിത്രമായ സ്ഥാനമാണ് തിരുനെറ്റി. ഏറ്റവും പവിത്രമായ മുറിയിൽ, ഏറ്റവും പവിത്രമായ സ്ഥാനത്ത് ഞാൻ എൻ്റെ സ്ഥാനം ഉറപ്പിക്കുകയാണ്. ഈ വീട്ടിലെ ഞാനിരിക്കുന്ന സ്ഥലം ഞാൻ അനുഭവം ചെയ്യുന്നു. ആത്മാവാകുന്ന ഞാൻ മസ്തകത്തിലെ അകാല സിംഹാസനത്തിൽ വിരാജിക്കുകയാണ്. ഞാനൊരാത്മാവാണ്. സങ്കൽപ്പിക്കുവാനും സങ്കൽപ്പങ്ങളെ അനുഭവിക്കുവാനും ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുവാനും ആ സങ്കൽപ്പങ്ങളെ കർമ്മത്തിലേക്ക് കൊണ്ടുവരാനും കർമ്മം ചെയ്തത് സംസ്കാരമാക്കിയെടുക്കാനും കഴിവുള്ളൊരു ശക്തിയാണ് ഞാൻ. ഞാൻ ആത്മാവാണ്. എത്ര സുഖം! വളരെ ശാന്തമായ ആത്മജ്യോതി. അകാല സിംഹാസനത്തിൽ കാലൻ പിടിക്കാത്ത അകാലമൂർത്തിയായ ഞാൻ ആത്മാവ് വളരെ സ്വസ്ഥമായിരിക്കുകയാണ്. എൻ്റെ റൂമിൽ, എൻ്റെ സ്ഥാനത്ത്. അനുഭവം ചെയ്യൂ, ഞാൻ അകാലമൂർത്ത് ആത്മാവാണ്. ആ സുഖമയമായ സ്ഥിതിയിലിരിക്കും തോറും സെക്കൻഡ് കൊണ്ട് എനിക്ക് എൻ്റെ ബാബയെ ഓർമ്മ വരുന്നു. ഒരു റോക്കറ്റ് പോലെ നിമിഷങ്ങൾ കൊണ്ട്
ബാബ എന്ന സങ്കല്പം രചിച്ചതും ആത്മാവാകുന്ന ഞാൻ റോക്കറ്റ് പരംധാമിലെത്തി. നിമിഷങ്ങൾ കൊണ്ടെത്തിയിരിക്കുന്നു. ബ്രഹ്മലോകം, സ്വീറ്റ് സൈലൻസ് ഹോം, എൻ്റെ വീട്, എൻ്റെ ലക്ഷ്യസ്ഥാനം. ഞാൻ എൻ്റെ ബാബയെ കാണുന്നു. എൻ്റെ ബാബ ലോകം മുഴുവൻ വിളിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹ്, യഹോവ, ഗോഡ് ഫാദർ, ഭഗവാൻ, ഈശ്വരൻ, പരമാത്മാവ്, ശിവബാബ, എൻ്റെ അച്ഛൻ, ശരിക്കും മനോബുദ്ധി കൊണ്ട് ഞാൻ ബാബയെ സൂക്ഷിച്ചു നോക്കുകയാണ്. പ്രകാശബിന്ദുവായ ബാബ ഇന്ന് ശക്തി സാഗരമായി എൻ്റെ മുന്നിൽ പ്രത്യക്ഷമാണ്. ശരിക്കും ഞാൻ അനുഭവം ചെയ്യുന്നു, എൻ്റെ ബാബ ശക്തിയുടെ സാഗരമാണ്. സൂക്ഷിച്ച് സൂക്ഷിച്ച് വീണ്ടും വീണ്ടും മനോബുദ്ധി കൊണ്ട് ഞാൻ ബാബയെ തന്നെ നോക്കുന്നു. സാഗരം, ശക്തിയുടെ കടൽ, ഞാൻ ബാബ 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 എന്ന ഓർമ്മയിൽ ബാബയുടെ ശക്തി സാഗരത്തിൻ്റെ ആഴത്തിലേക്ക് മുങ്ങുന്നു. ആത്മാ റോക്കറ്റ് ശക്തിയുടെ കടലിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അതിൻ്റെ ആഴം അളക്കാൻ സാധിക്കാത്തതാണ്. അതിവിശാലമായ ശക്തിയുടെ കടൽ, അനന്തമായ കടൽ, സാഗരം. ഞാൻ ആഴത്തിലേക്ക് ആഴത്തിലേക്ക് പോകുന്നു. ചുറ്റും ശക്തിയുടെ കിരണങ്ങളുടെ സാഗരം. ഞാൻ അതിശയത്തോടു കൂടി നോക്കുകയാണ്. ഞാൻ ആരുടെ കുട്ടിയാണ്? എൻ്റെ ബാബ എത്ര ശക്തിവാനാണ്, എത്ര ഉയർന്നതാണ്. ആഴങ്ങളിലേക്ക് ഞാൻ അനുഭവിക്കുന്നു.
സർവശക്തനെ ഞാൻ സ്വന്തമാക്കി. സ്വപ്നത്തിലോ സങ്കല്പത്തിലോ പോലും ഉണ്ടായിരുന്നില്ല ഈശ്വര സാക്ഷാത്കാരം, ഈശ്വര ദർശനം, പരമാത്മാ അനുഭൂതി, പരമാനന്ദം, പരമശക്തി, ഭഗവാനെ സദ്ഗുരുവായി കിട്ടുമെന്ന് ഞാൻ അതിശയത്തോടുകൂടി ആ സർവശക്തനെ, ശക്തി സാഗരത്തെ അനുഭവിക്കുകയാണ്. ബാബയെ കിട്ടിയതോടെ സത്യമായ ജ്ഞാനം ലഭിച്ചതോടെ ഞാൻ എത്ര ശക്തിശാലിയായി. ഏത് കാര്യത്തെ മനസ്സിലാക്കുവാനും ഏത് സ്വഭാവ സംസ്കാരമുള്ളവരെയും ഉൾക്കൊള്ളുവാനും ആരെങ്ങനെയായിരുന്നാലും ഓരോ ആത്മാവിനെയും അംഗീകരിക്കുവാനും ആദരിക്കുവാനും സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും എനിക്ക് എന്നെ തിരിച്ചറിയുവാനും ഈശ്വരനെ, പരമാത്മാവിനെ, ദൈവത്തെ തിരിച്ചറിയാനുള്ളൊരു ബുദ്ധി കിട്ടി. സാഹചര്യങ്ങളെ, പരിതസ്ഥിതികളെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഉയർച്ചകളെയും താഴ്ചകളെയും ശക്തമായി നേരിട്ട് കൊണ്ടുപോകാനുള്ള ബലം ബാബ എനിക്ക് തന്നു. ഈ നാടകത്തിൽ ആരെയും കുറ്റപ്പെടുത്താതെ ഓരോ ആത്മാവിൻ്റെയും പാർട്ട് മനസ്സിലാക്കി അവരുടെ ഗുണങ്ങളെ കണ്ടുപിടിച്ച് അവരെ സ്നേഹിക്കുവാനും എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ശക്തി എനിക്ക് കിട്ടി. എൻ്റെ ഇന്ദ്രിയങ്ങളെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള തിരിച്ചറിവിനോടൊപ്പം ശ്രേഷ്ഠ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ശക്തി എനിക്ക് കിട്ടി. ബാബ, ഞാൻ അതിശയത്തോടുകൂടി ബാബയെ നോക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ എത്രയോ വലിയ ഒരു പരിവർത്തനം ബാബയുടേതായപ്പോൾ കിട്ടി. എങ്ങനെ ഇരുന്ന് എന്നെ എന്തിൽ നിന്നും എന്താക്കി തീർത്തു ബാബ. എത്ര വലിയൊരു പരിവർത്തനമാണ് ബാബ എൻ്റെ മനസ്സിലും വാക്കിലും ചിന്തകളിലും പെരുമാറ്റത്തിലും കർമ്മത്തിലും ജീവിതത്തിലും തന്നെ കൊണ്ടുവന്നത്. ബാബ സർവശക്തൻ തന്നെ, ബാബ ശക്തിയുടെ സാഗരം തന്നെ. അത് ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ അനുഭവിച്ചിരിക്കുകയാണ്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്രയധികം ശക്തി നിറച്ചു തരാനും എനിക്കെത്രയോ ധൈര്യവും സ്നേഹവും ശക്തിയും നൽകി
എന്നെ ശ്രേഷ്ഠമാക്കിയെടുക്കാനും ബാബയ്ക്ക് കഴിഞ്ഞു. ഞാൻ പോലും അറിയാതെ എന്നെ എത്ര ഉയർത്തിയിരിക്കുകയാണ് ബാബ. എനിക്ക് ഈ ലോകത്തിൽ ബാബ എത്ര വില തന്നിരിക്കുകയാണ്, എന്നെ എത്ര വാല്യുബിൾ ആക്കി. വെറും സാധാരണമായിരുന്ന എന്നെ എത്ര ശ്രേഷ്ഠമാക്കി ബാബ. എത്ര കഴിവുകളും വിശേഷതകളും ഗുണങ്ങളും സമ്പത്തും സ്വത്തും ബന്ധുക്കളുടെ വലയവും ഉണ്ടായിരുന്നെങ്കിലും അതിലെല്ലാം ഞാൻ സൂക്ഷ്മമായി അഹങ്കരിച്ചിരുന്നു. ബാബ അഹങ്കാരത്തിന്റെ തല വെട്ടി എന്നെ ഗണപതിക്ക് സമാനം മഹാവീരനും വിഘ്നവിനാശകനുമാക്കി. ബാബ എനിക്ക് ശ്രേഷ്ഠമായ ജീവിതം തന്നു. ബാബ ശക്തിവാൻ തന്നെ. പ്രാക്ടിക്കൽ തെളിവാണ് എനിക്ക്. മനസ്സും ബുദ്ധിയും തീർത്തും ദേഹസംബന്ധികളിലും പേരിലും പദവിയിലും പ്രശസ്തിയിലും അംഗീകാരത്തിലും കുടുങ്ങിക്കിടന്നിരുന്ന മനോബുദ്ധിയെ എത്ര ദിവ്യമാക്കി. ആത്മാവാകുന്ന എന്നിലുണ്ടായിരുന്ന കഴിവുകളെ മുഴുവൻ ബാബയുടെ സേവനത്തിന് ഉപയോഗിക്കാനുള്ള അവസരം തന്നു. ഏത് കർമ്മവും സന്തോഷത്തോടെ സ്നേഹത്തോടെ ചെയ്യാനുള്ള കഴിവെനിക്ക് തന്നു. ശരിക്കും ബാബ എന്നെ സ്വന്തമാക്കി ചിരിക്കാൻ പഠിപ്പിച്ചു. ബാബ സർവശക്തൻ തന്നെ. ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. ഞാൻ പലപ്പോഴും ചിരിച്ചിട്ടുണ്ടാകാം, അനേകർക്ക് സന്തോഷം കൊടുത്തിട്ടുണ്ടാകാം. പക്ഷേ ഇന്നത്തെ എൻ്റെ ഈ ജീവിതം, ഈ പുഞ്ചിരിക്കുന്ന മുഖം, അതെനിക്ക് ഭഗവാൻ തന്ന ഗിഫ്റ്റാണ്. ഒരാത്മാവിനെ പോലും കുറ്റപ്പെടുത്താതെ, വിമർശിക്കാതെ, ഒരാത്മാവിനെ കുറിച്ചും പരാതി പറയാതെ, ആരുമായും താരതമ്യം ചെയ്യാതെ, ഓരോ ആത്മാവും പരമാത്മാവിൻ്റെ മക്കളാണെന്ന് മനസ്സിലാക്കി സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും, ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹത്തിൻ്റെ ആധാരത്തിൽ മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരാനും ബാബ എന്നെ പഠിപ്പിച്ചു. ബാബ ശക്തി സാഗരം തന്നെ. അതിശയത്തോടുകൂടി ഞാൻ നോക്കുകയാണ്. ബാബ ജാലവിദ്യക്കാരൻ തന്നെ. എന്തെല്ലാം കഴിവുകൾ എനിക്ക് നിറച്ചു തന്നു. അഹങ്കാരത്തിൻ്റെ തല വെട്ടി തന്നു. വിനയത്തിൻ്റെ ഗുണം നിറച്ചു തന്നു. മുഖം കൊണ്ട് പല പല ശബ്ദങ്ങൾ പറഞ്ഞിരുന്ന എന്നെ മധുരമായി സംസാരിക്കാൻ പഠിപ്പിച്ചു. മധുരമായ കുട്ടി എന്ന് ദിവസേന വിളിച്ച്
ബാബ എന്നെ മധുരമാക്കിയിരിക്കുന്നു. ബാബ ശക്തിവാൻ തന്നെ. ഈ ലോകത്തിലെ മുഴുവൻ ആത്മാക്കളെയും എൻ്റെ സഹോദരങ്ങളാണെന്ന് ചിന്തിക്കാനും ഉൾക്കൊള്ളാനുമുള്ള കഴിവ് ബാബ എനിക്ക് നിറച്ചു തന്നിരിക്കുകയാണ്. ദേഹത്തിൻ്റെ ബോധത്തിൽ കടന്ന് ഞാൻ എന്തെല്ലാം ചിന്തിച്ചിരുന്നു. കുലം, ജാതി, പദവി, സ്ഥാനം, കഴിവ്. എന്നെ ഏറ്റവും ഉയർന്ന ഈശ്വരീയ കുലത്തിലേതാക്കി, ബാബയുടെ കുട്ടിയാക്കി, ശ്രേഷ്ഠമാക്കി, കുലമഹിമ വർദ്ധിപ്പിച്ചു തന്നു. ശുദ്ധ അഭിമാനം ബാബ എനിക്ക് തന്നു. ബാബ വണ്ടർഫുൾ ആണ്. ശാരീരികമായും മാനസികമായും തമോപ്രധാനമായിരുന്ന എന്നെ സതോപ്രധാനമാക്കി, പ്യോറാക്കി. തമോഗുണി ആഹാരവും തമോഗുണി ജീവിത ശൈലിയുമായിരുന്നു എൻ്റേത്. എന്തെല്ലാം കഴിച്ചിരുന്നു, എന്തെല്ലാം കുടിച്ചിരുന്നു, എന്തെല്ലാം പറഞ്ഞിരുന്നു, ആരുടെയെല്ലാം കുറ്റങ്ങളും കുറവുകളും നോക്കിയിരുന്നു. കടുത്ത ശബ്ദം, ദേഷ്യത്തിൻ്റെ ശബ്ദങ്ങൾ. ബാബ എന്നെ സാത്വികമാക്കി. ശുദ്ധമാക്കി. ബാബ വണ്ടർഫുൾ ആണ്. ബാബ സർവശക്തനാണ്. ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് ഞാൻ ബാബയോട് താങ്ക്സ് പറയുന്നു. ബാബ കോടി താങ്ക്സ് ബാബ. രാവിലെ മുതൽ രാത്രി വരെ അനുസരണയോടുകൂടി എൻ്റെ സേവനം ചെയ്യുന്ന ബാബ, പറഞ്ഞാൽ കൃത്യസമയത്ത് വിളിച്ചുണർത്തി എന്ത് കാര്യങ്ങൾ ഏൽപ്പിച്ചോ കൃത്യമായി ചെയ്ത് എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന എൻ്റെ ബാബ, താങ്ക്സ് ബാബ. ജ്ഞാനാശക്തി സാഗരനായ ബാബയിൽ അല്പസമയം മുങ്ങിക്കിടക്കുക. ഈ ലോകത്തിലെ സർവ്വ ആത്മാക്കളെയും ആ സാഗരത്തിൽ ഞാൻ മുക്കുന്നു. എല്ലാ ആത്മാക്കളും സർവശക്തനായ ബാബയുടെ മക്കളാണ്. എല്ലാ ആത്മാക്കളും ശക്തിശാലികളാണ്. ആ അനുഭവത്തിൽ മഗ്നമായിരിക്കുന്നു.
कितना परमानंद है प्रभु प्रेम का अमृत तू कंठ में उतार ले अंतर के नैन खोल के हे आत्मन निहार ले। मुमकिन नहीं कि पथ में मुश्किल तेरे ना आए हिम्मत तुम्हारी तूफान को बनाए एक आस बल भरोसे निज नाव को बार ले अंतर के नैन खोल के हे आत्मन निहार ले। मन से है हारता जब सा प्रभु मन मीत है मन के हारे हार है मन के जीते जीत है मन के द्वारे प्रभु पधारे तू जीवन सवार ले अंतर के नैन खोल के हे आत्मन निहार ले। तू कौन है आया है कहाँ ये जरा विचार ले अंतर के नैन खोल के हे आत्मन निहार ले।
ईश्वर से जो प्रीत लगाए बन जाए वो गुणवान। ईश्वर से जो प्रीत लगाए बन जाए वो गुणवान। ऊंच विचार शुभ कर्मों से, ऊंच विचार शुभ कर्मों से जग में बनता सबसे महान, जग में बनता सबसे महान। ईश्वर से जो प्रीत लगाए बन जाए वो गुणवान, बन जाए वो गुणवान। शीतल दृष्टि नम्र जीवन से सबको वो सुख देता रे। शीतल दृष्टि नम्र जीवन से सबको वो सुख देता रे। जैसे बरसे झरझर बादल दिल से दुआएं लुटाता है। निर्मल चिंतन निस्वार्थ भाव से निर्मल चिंतन निस्वार्थ भाव से सुंदर रचता अपना जहान, सुंदर रचता अपना जहान। ईश्वर से जो प्रीत लगाए बन जाए वो गुणवान, बन जाए वो गुणवान। जैसे धार से पत्थर पिघले कष्टों को सह कर खुद को बदले। जैसे धार से पत्थर पिघले कष्टों को सह कर खुद को बदले। दृढ़ता की वो मूरत बनकर चलता विश्व कल्याण पथ पर। उसकी भावना बांटे करुणा, उसकी भावना बांटे करुणा। स्नेह शीतलता उसकी शान, स्नेह शीतलता उसकी शान। ईश्वर से जो प्रीत लगाए बन जाए वो गुणवान, बन जाए वो गुणवान।
जैसी चाल है उसकी, व्यवहार से वो दिव्य दर्पण। फरिश्तों जैसी चाल है उसकी, व्यवहार से वो दिव्य दर्पण। स्नेह की खुशबू सबको देता, पुष्प जैसा उसका मन। उसकी महिमा ये जग गाता, उसकी महिमा ये जग गाता। कहलाता वो चरित्रवान, कहलाता वो चरित्रवान। ईश्वर से जो प्रीत लगाए, बन जाए वो गुणवान। ईश्वर से जो प्रीत लगाए, बन जाए वो गुणवान। ऊंच विचार शुभ कर्मों से, ऊंच विचार शुभ कर्मों से, जग में बनता सबसे महान। जग में बनता सबसे महान। ईश्वर से जो प्रीत लगाए, बन जाए वो गुणवान। बन जाए वो गुणवान, बन जाए वो गुणवान।
एक निराला अनुभव रूहानी धड़कन में होती है। मैं हूँ एक जगमग ज्योति जैसे सीपी में मोती है। रिमझिम करती हुई जैसी उड़ी कोई परी, ऐसी चढ़ी खुमारी। पल पल हुए सुहाने, प्रभु याद में तुम्हारी। पल पल हुए सुहाने, प्रभु याद में तुम्हारी। आनंद के एहसास से ऐसी चढ़ी खुमारी। आनंद के एहसास से ऐसी चढ़ी खुमारी। आनंद के एहसास से ऐसी चढ़ी खुमारी।
अरे शिव की याद रहेगी तब आँखों में समाया वो होगा। हम धन्य तभी बन पाएंगे जब ऐसा प्रिय जीवन होगा। यहाँ हमारा तन होगा, वहाँ हमारा मन होगा। जहाँ होता है मानव का धन, वही होता है उसका मन। इसलिए परमात्मा ने बताया, मुझसे लगा लो अपना मन। हम सा नहीं कोई जमाने में, रचना रचता का ज्ञान जिसे, पर ऐसा भी बनना होगा नहीं कभी अभिमान जिसे। यहाँ हमारा तन होगा, वहाँ हमारा मन होगा। ये दुनिया तो मायावी है, माया से भला कैसी यारी। अपने तो दो ही ठिकाने हैं, वैकुंठ दुनिया निराकारी। धुंध